ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങൾ. എല്ലാ സ്കൂളിലും ഇതുപോലെ ഒരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ എത്ര നല്ലൊരു നാളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും എന്ന് തോന്നിയ നിമിഷങ്ങൾ. ആര്യ സെൻട്രൽ സ്കൂളിലെ മാനേജ്മെൻറ്റിനോട് വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ഇതിനെല്ലാം വഴിയൊരുക്കിയ വിജയമേനോൻ സാർ, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കൂടുതൽ പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പേരിൽ ഒതുക്കുന്നു. ഇദ്ദേഹം വളരെ വലിയൊരു വ്യക്തിയാണ് സമൂഹത്തിൽ. അപ്പോൾ അദ്ദേഹം ഇത്രയൊരു എഫേർട്ട് ഒരു അനിമൽ വെൽഫെയറിന് വേണ്ടിയിട്ടും എടുക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്, പ്രത്യേകിച്ച് ഗോസംരക്ഷണത്തിന്. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്പീച്ചുകളിലും അദ്ദേഹം ഗോ സംരക്ഷണത്തിനെക്കുറിച്ച് പറയുന്നു. അതുവഴി അത് ചെയ്യുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് സഹായങ്ങളെത്തുന്നു. എത്ര വലിയൊരു കാര്യമാണെന്നറിയോ? കാരണം ഒരു കൂട്ടായ്മയുടെ ഒരു സഹായമില്ലാതെ നമുക്കിതൊന്നും നടത്താൻ പറ്റില്ല. നമ്മൾ എറുമ്പിൽ നിന്നും പഠിക്കുന്നൊരു കാര്യമാണല്ലോ യൂണിറ്റിയുടെ കാര്യം. അവരെത്ര ഭംഗിയായിട്ടാണ് കൂട്ടായ്മയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉദാഹരണമാണ് ഇതൊക്കെ. ഇതിൽ കാണുന്നത് അരിയാണ്. നമ്മുടെ ഷെൽട്ടറിലേക്ക് വേണ്ടി ഒരു പിടി അരി എന്നൊരു കോൺസെപ്റ്റിൽ കുഞ്ഞുങ്ങൾ ആഴ്ചതോറും ഓരോ പിടി അരി വീട്ടിൽ നിന്നും കൊണ്ടുവരുന്നു. അതെല്ലാം കളക്ട് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോകുന്നതാണ്. ഇത്രയും അരി ഓരോ പിടി, ഒരാൾ ഒരു പിടി അരി തരുന്നതാണ് ഇത്രയും കാണുന്നത്. നമുക്കെല്ലാവർക്കും ഇതുപോലെ ഒരു പിടി അരി കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഷെൽട്ടറൊക്കെ നടത്താൻ വളരെ നമുക്ക് എളുപ്പമാണ്. നമുക്ക് 1000 കിലോ അരി നമ്മുടെ ഷെൽട്ടറിലേക്ക് ആവശ്യമുണ്ട് ഒരു മാസത്തേക്ക്. ഇതൊരു വലിയ സപ്പോർട്ടാണ്. അതിലുപരി നമ്മളൊരു നല്ല നാളെയെ വാർത്തെടുക്കുന്നു. ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള, സ്നേഹിക്കാൻ കഴിവുള്ള, സ്നേഹിക്കാൻ മനസ്സുള്ള ഒരു നാളെയെ വാർത്തെടുക്കുന്നു. മറ്റുള്ളവരുടെ കഷ്ടങ്ങൾ മനസ്സിലാക്കാനായിട്ട് കുട്ടികളെ പാകപ്പെടുത്തുന്നു. പിന്നെ ഗിവിങ് അല്ലെങ്കിൽ കൊടുക്കുക, ഉള്ള ആൾ ഇല്ലാത്ത ആൾക്ക് കൊടുക്കുക എന്നൊരു ധർമ്മമുണ്ടല്ലോ, അത് നമ്മൾ ഇപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഞാൻ ഇന്ന് ഇത്രയും മൃഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ അമ്മയാണ് അതിന് ഞാൻ എന്നും ഓർക്കാറ്. കാരണം അമ്മ വലിയൊരു മൃഗസ്നേഹിയായിരുന്നത് കൊണ്ട് ഒന്നിനെയും കൊല്ലാൻ വീട്ടിൽ സമ്മതിക്കാറില്ല. ഒരു ഭാഗം അരഞ്ഞ പൂച്ചയെ വരയ്ക്കും നമ്മൾ മരിക്കുന്ന നോക്കിയിട്ടുണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ കിടക്കുന്നതും അതാണ് നമ്മളിന്ന് ചെയ്യുന്നതും. പണ്ട് ഞാൻ എപ്പോഴും അമ്മയോട് പറയുമായിരുന്നു, ഇവർക്കൊക്കെ വേണ്ടി ഞാനൊരു ഓർഫനേജ് കെട്ടുന്നു. അക്ഷരാർത്ഥത്തിൽ അത് സത്യമാവുകയാണ് ചെയ്തത് ഇവിടെ. അത് ഞാൻ മറന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി. അത് ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ ഈ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നത്, എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പം നമ്മളെന്നും ചെറുപ്പത്തിൽ എന്തൊക്കെയാണോ നമ്മൾ പഠിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്, കാണുന്നത്, കേൾക്കുന്നത്, അത് ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഓടും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓട്ടപ്പന്തയത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ നമുക്കത് തിരിച്ചു വരും. നമുക്കത് നല്ലത് ചെയ്യാൻ പറ്റും. ആര്യ സെൻട്രൽ സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും മാനേജ്മെൻറ്റിനും വിജയ മേനോൻ സാർ എന്നെ പരിചയപ്പെടുത്തിയ മുരളീധരൻ സാറിനും എല്ലാവർക്കും നമ്മളുടെ വളരെയധികം നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് ആയുസ്സും ആരോഗ്യവും എല്ലാം തന്ന ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ നല്ലൊരു നാളെ വാർത്തെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് തന്നെ നന്ദി പറയുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയതിലും നമ്മൾ ഉപയോഗിച്ചതിനും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.